عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. قال الله تعالى: يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. قال رسول الله صلى الله عليه وسلم: الخمر أم الحبائث. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, ആമുഖത്തിന് പ്രസക്തി കൊടുക്കാതെ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടും ചില നേട്ടങ്ങൾ കൊണ്ടും 100ൽ 100 എന്നൊക്കെ അഹങ്കരിക്കുന്ന കേരളമെന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിഭീതിതവും അത്യന്തം ആശങ്കാജനകവുമായ മറ്റൊരു മുഖത്തെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനാണ് ഞാൻ എൻ്റെ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ഗതകാല ചരിത്രങ്ങൾ എടുത്തു പരതി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ട് കേരളത്തിൽ സിഗരറ്റും മദ്യവും മാത്രം അടങ്ങുന്നതായിരുന്നു കേരളം. എന്നാൽ ഇന്ന് ഫെവിക്കോളും, എന്തിനേറെ പറയണം, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ വരെ ലഹരി പദാർത്ഥങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കേരളം അധപതനത്തിൽ നിന്ന് അധപതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ആദ്യം ഉപഭോക്താവിനെ ആകർഷിക്കുകയും പിന്നീട് അതിനെ അടിമപ്പെടുത്തിക്കൊണ്ട് നാശത്തിൻ്റെ ധൈര്യങ്ങളിലേക്ക് നമ്മെ തള്ളിവിടുന്ന ഒരു വിശേഷണമാണ് ലഹരിയുടേത്. സമകാലിക കേരളീയ സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ രാജ്യത്തെ ജനസംഖ്യയുടെ 4% താഴെയാണ് കേരളത്തിലുള്ളതെങ്കിലും മദ്യവിൽപ്പനയുടെ 16% നടക്കുന്നത് നമ്മുടെ സാക്ഷര കേരളത്തിലെന്ന വളരെ ഖേദകരമായ വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണിനും ലഹരിക്കും മാത്രം അടിമപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വരിസ്വര ജനതയെ ഉത്തമമായ സ്വഭാവത്തിലേക്കും അറിവിൻ്റെ വെള്ളിവെളിച്ചത്തിലേക്കും നയിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അൽ ഖംറു ഉമ്മുൽ ഹബായിസ്. മദ്യം എന്നുള്ളത് അത് എല്ലാ തിന്മയുടെയും മാതാവാണ്. ആ മദ്യമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രതിവർഷം 30ലേറെ ലിറ്റർ കേരളം കുടിച്ചു തീർക്കുന്നത്. ഇങ്ങനെ ലഹരി മുഴുവൻ നമ്മുടെ വീടിന്റെ ഉള്ളിൽ വന്ന് പിടിമുറുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മക്കളെ നാളെയുടെ വാഗ്ദാനങ്ങളായി വളർത്തിക്കുന്ന മാതാപിതാക്കളോട് നാം എന്ത് മുൻകരുതലാണ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ലഹരി മാഫിയ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, ആ പാവം ഉമ്മ അറിയുന്നില്ലല്ലോ തൻ്റെ മകൻ കഞ്ചാവിനടിമയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ഓർമ്മിക്കപ്പെടുകയാണ്. ഗവൺമെന്റിന് ബാധ്യതയില്ലേ? പഞ്ചായത്തുകൾക്ക് ബാധ്യതയില്ലേ? മഹല്ല് കമ്മിറ്റികൾക്ക് ബാധ്യതയില്ലേ? എന്തിനേറെ പറയണം, ഇമാമിങ്ങൾക്ക് വരെ ബാധ്യതയില്ലേ? ഈ ലഹരി മാഫിയയുടെ കൈകളിലെങ്ങാനും നമ്മുടെ മക്കൾ അകപ്പെട്ടു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ നമ്മെ തേടി വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അറിയില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അടുത്ത് ഇടുക്കി ജില്ലയിലെ തേക്കടി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 9 വയസ്സുകാരി പൊന്നുമോളെ ആരോ മാനഭംഗം ചെയ്ത് അവളുടെ തല ഒരു വൃക്ഷത്തിന്റെ പൊത്തിലേക്ക് കുത്തിക്കയറ്റിയത്രേ. അവസാനം പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആരെന്നറിയോ പ്രതി? 9 വയസ്സുകാരി പൊന്നുമോളോട് കൂടെ ഒരേ സ്കൂളിലേക്ക് ഒരേ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന തൊട്ടടുത്തുള്ള 14 വയസ്സുകാരനാണ് പ്രതി. അവസാനം പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചോദിക്കവേ ആ കുട്ടി പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ ഓരോ മാതാപിതാക്കളോടും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ആ കുട്ടി പറഞ്ഞത്, എൻ്റെ വാപ്പ ഒരു മദ്യപാനിയാണ്, ദിവസവും മദ്യപിച്ച് ലക്കുകെട്ട് രാത്രികാലങ്ങളിൽ ഒരു സീഡിയുമായി വീട്ടിലേക്ക് വരും. രാത്രിയുടെ യാമങ്ങളിൽ വാപ്പയും ഉമ്മയും ഒന്നിച്ചു കിടന്നുകൊണ്ട് ബ്ലൂ ഫിലിമിൻ്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു എന്ന് ആ കുട്ടി പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ നിന്നാണ് എൻ്റെ വികാരം വഴിതെറ്റിപ്പോയതെന്ന് കേരളത്തിലെ 14 വയസ്സുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട
മുഅ്മിനീങ്ങളോട് നാം ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം, എത്രമാത്രം അധപതനത്തിൽ നിന്ന് അധപതനത്തിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ലഹരി ഉപയോഗവുമായി അധപതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. എന്നാൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിക്ക് മുമ്പിൽ ചില മക്കൾ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബന ആതിഹിം ളിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറ. പടച്ച റബ്ബേ, ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ശിക്ഷയുടെ 2 ഇരട്ടി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ നൽകണേ റബ്ബേ എന്ന് നാളെ പടച്ച റബ്ബിന്റെ കോടതി നമുക്കെതിരായിക്കൊണ്ട് സാക്ഷി പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടു കൂടി വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.